മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ് മതമായി കൊണ്ട് ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹാ ഹസന, ആരെങ്കിലും മതത്തിലേക്ക് ഒരു പുതിയ കാര്യം കൊണ്ടുവരികയും അതിനെ നല്ലതെന്ന നിലയ്ക്ക് അവൻ സ്വീകരിക്കുകയും ചെയ്താൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി, ഇന്ന് നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ചു തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം നല്ലതെന്ന നിലയ്ക്ക് ആരാണോ മതത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ പ്രവാചകൻ റിസാലത്ത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വാദിക്കുന്നവനാണ് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണോ റബ്ബ് പറഞ്ഞത്, എന്താണോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതിനെ ജീവിതത്തിൽ ആ സ്വഹാബത്ത് എങ്ങനെയാണോ സ്വീകരിച്ചത് അതേ ദീനായി കൊണ്ട് ആചരിക്കാവൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ഏറ്റവും ഉത്തമരായ ആളുകൾ എന്റെ നൂറ്റാണ്ടിലുള്ള സഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വന്ന താബിഉകളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനുശേഷം വന്ന താബിഉകളാണ്. അപ്പൊ ദീനിന്റെ ഏത് കാര്യം പ്രിയമുള്ളവരെ അത് ദീനായിക്കൊണ്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാകണം, സ്വഹാബത്തിന് പരിചയമുള്ളതാകണം. ഡസൻ കണക്കിന് ഹദീസുകൾ നമുക്ക് ധരിക്കാൻ കഴിയും. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനായിക്കൊണ്ട് ആചരിക്കാമതല്ല. അതുകൊണ്ട് ദീനിന്റെ ഏത് കാര്യമുണ്ടോ 1400 വർഷത്തിന്റെ പഴക്കം അതിനുണ്ടാകും. അതില്ല എങ്കിൽ അത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ബിദ്അത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, അല്ല നമ്മുടെ വെല്ലിപ്പാരും കണ്ടോ എന്നതല്ല, മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്ത് അവർക്കൊന്നും പരിചയമില്ലാത്ത ഒരു കാര്യം ദീനായിക്കൊണ്ട് പ്രിയമുള്ളവരെ ഒരാൾക്കും ആചരിക്കാൻ പാടില്ല. കാരണം നാളെ പരലോകത്ത് അവന് ഹൗദുൽ കൗസർ തടയപ്പെടും, അവന്റെ തൗബക്ക് അല്ലാഹു മറയിടും. നാളെ നരകത്തിലേക്കാണ് അവന്റെ പര്യവസാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യാധിപൻ സൈന്യത്തോട് നൽകുന്ന ഉപദേശങ്ങൾ നൽകുന്നത് പോലെ കണ്ണുകളെല്ലാം അതേ ചുവന്ന് തുടുത്ത് ദേഷ്യം കൊണ്ട് വിവർണമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, മതത്തിലേക്ക് പുതിയതായി വന്ന എല്ലാം ബിദ്അത്താണ്. മതത്തിലേക്ക് കടന്നു വന്ന ഒന്നും പുതിയതായി നല്ല കാര്യമില്ല. മതത്തിലേക്ക് കടന്നു വന്ന അതേ മതകാര്യമായി കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത എല്ലാം പ്രിയമുള്ളവരെ ബിദ്അത്താണ്. അതിൽ നല്ലത് ചീത്തത് എന്ന വേർതിരിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഇത് പറഞ്ഞത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ മതത്തിലേക്ക് പുതിയതായി വന്നതും അത് ബിദ്അത്ത് തന്നെയാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേട് തന്നെയാണ്. എന്നിട്ട് ഇവർ പറയും നല്ല ബിദ്അത്തുണ്ട് എന്ന്. മുജാഹിദുകളെ ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബത്തിനൊന്നും പരിചയമില്ലാത്ത ഒരു കാര്യം മതമായി കൊണ്ട് ആചരിക്കുന്നവരാകണം ഇവിടെയുള്ള സലഫികൾ, അഥവാ നിങ്ങൾ വഹാബികൾ എന്ന് വിളിക്കുന്ന മുജാഹിദുകൾ. അങ്ങനെ ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ? ഇവിടെ വന്ന മുസ്ലിയാക്കന്മാര്, അവരുടെ ശിങ്കടികള്, അവർക്ക് കഴിയുമോ എന്ന് ഞങ്ങൾ വിനീതമായി ചോദിക്കുകയാണ്. എന്താണ് മുജാഹിദുകൾ ബിദ്അത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് മുജാഹിദുകൾ ചെയ്യുന്ന ബിദ്അത്ത്? നിങ്ങൾ പ്രമാണബദ്ധമായി തെളിയിച്ചാൽ പ്രിയമുള്ളവരെ അതൊഴിവാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്താണ് നിങ്ങൾ ബിദ്അത്തുകൾ എന്ന് പറയാനുള്ള കാരണം? ആ കാരണങ്ങൾ ഓരോന്നായി ഇവിടെ പൊളിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. ഇനി നോക്കൂ, നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇവിടെ മുസ്ലിം സമൂഹത്തിൽ മതത്തിന്റെ ആചാരമായി കൊണ്ടു നടക്കുന്നതാണ് നബിദിനാഘോഷം. ഈ വല്ലപ്പുഴയിൽ ഒന്നിലധികം തവണ പല പ്രാവശ്യം ഞങ്ങൾ പല ആവർത്തി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് അതിന് രേഖ? നബിദിനാഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? താബിഉകൾ ചെയ്തിട്ടുണ്ടോ? താബിഉകൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് അത് മതമാകുന്നത്? മതമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടേ, സ്വഹാബത്ത് പഠിപ്പിക്കണ്ടേ, താബിഉകൾക്ക് പരിചയമുണ്ടാകണ്ടേ, താബിഉകൾക്ക് പരിചയമുണ്ടാകണ്ടേ.
നബിദിനാഘോഷം കഴിച്ച ഒരു സഹാബിയുടെ പേര് പറയാൻ അതെ നേരെ നിവർന്നു നിന്നുകൊണ്ട് ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? ഇല്ല എന്നാണ് ഇവർ തന്നെ എഴുതി വിട്ടിട്ടുള്ളത്. അതെ, ജന്മദിനം കഴിക്കുക എന്ന പരിപാടി അത് ആദ്യ 3 നൂറ്റാണ്ടിലില്ല എന്ന് പറഞ്ഞാൽ സഹാബത്ത് നബിദിനാഘോഷം കഴിച്ചിട്ടില്ല, താബികൾ നബിദിനാഘോഷം കഴിച്ചിട്ടില്ല, താബികൾ നബിദിനാഘോഷം കഴിച്ചിട്ടില്ല. അതിനർത്ഥം നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല എന്നാണ്. അതുകൊണ്ട് ഒന്നാമത്തെ വിദായികൾ നിങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ വിദായികൾ ഇവിടെയുള്ള സമസ്ത APK മടങ്ങുന്ന ആളുകൾ തന്നെയാണ്. കാരണം നബിദിനാഘോഷം നടത്തുന്നവർ നിങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത ഇതെങ്ങനെ മതമായി? നിങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. ഇനിയോ അടുത്ത കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളിവിടെ മുടിക്കച്ചവടം നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് ബറക്കത്തുണ്ട്, സംശയമില്ല. ഏത് സഹാബിയാണ് അത് വിറ്റ് കാശാക്കിയിട്ടുള്ളത്? ഏത് സഹാബിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേശം ലഭിക്കപ്പെട്ട സഹാബിമാർ ഉണ്ടായിരുന്നില്ലേ? ഏത് സഹാബിയാണ് മുടി വിറ്റ് കാശുണ്ടാക്കിയത്? നിങ്ങൾ തെളിയിക്ക്. എങ്കിൽ നിങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ല, നിങ്ങൾ ബിദ്അയികളാണ്, നിങ്ങളാണ് ബിദ്അയികൾ. മറ്റൊന്നാണ് നിങ്ങൾ ചൊല്ലുന്ന നാരിയ സ്വലാത്ത്. ഈ നാരിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടുണ്ടോ? ഇബ്രാഹിം നാസി എന്ന് പറയുന്ന മൊറോക്കോക്കാരൻ ഉണ്ടാക്കിയ ആ ഒരു സ്വലാത്ത് എത്രയോ പോരിശകളാണ് നിങ്ങൾ അത് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദിക്കട്ടെ നിങ്ങളോട്, ഈ നാരിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടോ? സഹാബത്ത് ചൊല്ലിയിട്ടുണ്ടോ? താബികൾ ചൊല്ലിയിട്ടുണ്ടോ? താബികൾ ചൊല്ലിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഇത് ഇസ്ലാമാകുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, 4 ഇമാമുമാർക്ക് പരിചയമില്ല. നിങ്ങൾ ശാഫിഈ ഇമാമിന്റെ ആളുകളാണ്, അവരെ പിൻപറ്റുന്നവരാണ്, ഇമാമിന്റെ മദ്ഹബിന്റെ ആളുകളാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നവരാണല്ലോ. ചോദിക്കട്ടെ നിങ്ങളോട്, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഇമാം മാലിക് റഹിമഹുല്ലാഹ് നാരിയ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തെളിയിക്കാൻ ഹത്തൽ ഖിയാമ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. മറ്റൊന്നാണ്, നിങ്ങൾ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു 50-60 വയസ്സായ ഇവിടെ വാർദ്ധക്യം ചെന്ന മുജാഹിദല്ലാത്ത ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഹദ്ദാദ് എന്ന് പറയുന്ന ഏർപ്പാട് എന്ന് മുതലാണ് ഇവിടെയുള്ള പള്ളികളിൽ, ഇവിടെയുള്ള സമസ്തയുടെ പള്ളികളിൽ കടന്നുകൂടിയത്? 50 വർഷം മുമ്പ് ഇതുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് ഈ ഹദ്ദാദ് ഉണ്ടാക്കിയത്? ആരാണ് ഈ ഹദ്ദാദ് ഉണ്ടാക്കിയത്? ബാഅലവി അൽ ഹദ്ദാദ് എന്ന് പറയുന്ന 600 വർഷത്തിന്റെ മാത്രം ചരിത്രമുള്ള, പിറകോട്ട് പോയാൽ 1400 വർഷത്തിന്റെ പാരമ്പര്യം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ബാഅലവി ഹദ്ദാദ് എന്ന് പറയുന്ന വ്യക്തി 600 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ ഹദ്ദാദ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദാദ് ചൊല്ലിയിട്ടില്ല, സഹാബിമാർ ഹദ്ദാദ് ചൊല്ലിയിട്ടില്ല, താബികൾ ഹദ്ദാദ് ചൊല്ലിയിട്ടില്ല, താബികൾ ഹദ്ദാദ് ചൊല്ലിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇത് സമസ്തകളെയും ഞങ്ങൾ പ്രിയമുള്ളവരെ വെല്ലുവിളിക്കുകയാണ്. ഹത്തൽ ഖിയാമ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. മറ്റൊന്നാണ്, മുസ്ലിം സമുദായത്തിന്റെ പണം പിടുങ്ങാൻ വേണ്ടി നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുതുബിയത്ത്. ഈ കുതുബിയത്ത് ആരാണ് ഉണ്ടാക്കിയത്? ഹിജ്റ 1040 ജനിച്ച് ഹിജ്റ 1040 എന്റെ ശബ്ദം കേൾക്കുന്ന ഇപ്രദേശത്തുള്ള മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ അവർ ചിന്തിക്കണം. 1400 വർഷമല്ല, ഹിജ്റ 1040 ജനിച്ച 1114 മരിച്ച നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തുകാരൻ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ, അഥവാ ഹിജ്റ 1040 വരെ ജനിച്ച ജീവിച്ച ഒരു മുസ്ലിമിനും പരിചയമില്ലാത്ത ഇതെങ്ങനെ ഇസ്ലാമായി? കുതുബിയത്ത് എങ്ങനെ ഇസ്ലാമായി? നിങ്ങൾ തെളിയിക്ക്. എങ്കിൽ പറയാം നിങ്ങൾ സുന്നികളാണ് എന്ന്. നിങ്ങൾ സുന്നത്തില്ലാത്ത, മൂക്കില്ലാത്തവനെ മൂക്ക എന്ന് വിളിക്കുന്നത് പോലെ സുന്നത്തിന്റെ ഒരാണ് പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല, ഈ സമുദായത്തിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് മുജാഹിദുകളെ വിജയികൾ എന്ന് നിങ്ങൾ ചാപ്പകുത്തുന്നുവോ? മുബത്തദിഉകൾ എന്ന് നിങ്ങൾ പറയുന്നുവോ? എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ കുതുബിയത്തിന്റെ ചരിത്രം പറ. ഈ കുതുബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? സഹാബത്ത് ചൊല്ലിയതാണോ? താബികൾ ചൊല്ലിയതാണോ? താബികൾ ചൊല്ലിയതാണോ? പ്രിയമുള്ളവരെ, 4 ഇമാമുമാർ ശാഫി മദ്ഹബിന്റെ ആളുകളെ പറ. നിങ്ങൾ ഇമാം ശാഫി ഈ കുതുബിയത്ത് കണ്ടിട്ടുണ്ടോ? ഈ കുതുബിയത്ത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ രേഖ പറ. എങ്കിൽ പറയാം നിങ്ങൾ സുന്നികളാണ് എന്ന്. ഇല്ല, ഹിജ്റ 1040 വരെ ജീവിച്ച ഒരു മുസ്ലിമിനും ഈ കുതുബിയത്ത് പരിചയമില്ല. മറ്റൊന്നാണ് പ്രിയമുള്ളവരെ, സ്വലാത്ത് മജ്ലിസുകൾ. എന്നാണ് ഈ കേരളത്തിലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇസ്ലാം പഠിപ്പിച്ചതാണ്. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. 10 നന്മകൾ അല്ലാഹു നൽകുന്നതാണ്. മാത്രമല്ല 10 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും, ദറജകൾ ഉയർത്തും എന്നൊക്കെ ഹദീസുകളിലുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലിയ സഹാബത്തെ സ്വലാത്ത് വിറ്റിട്ടുണ്ടോ? ഈ കോണോമ്പാറ സ്വലാത്ത് മുതൽ എന്നാണ് ഇവിടെ ആരംഭിച്ചത്? ഈ സ്വലാത്ത് കച്ചവടങ്ങൾ എന്നാണ് കേരളത്തിൽ ആരംഭിച്ചത്? അതിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾ പറ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തെ അന്ന് അവിടെ മരുഭൂമി ഉണ്ടായിരുന്നില്ലേ? അവിടെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഒരുമിച്ച് കൂടി സ്വലാത്ത് കച്ചവടം ഏതെങ്കിലും സഹാബി നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും സഹാബി നടത്തിയിട്ടുണ്ടോ? അപ്പോൾ ആ രംഗത്തും നിങ്ങൾ തന്നെയാണ് വിദായികൾ. നിങ്ങൾ സുന്നികളെന്ന് അവകാശപ്പെടുന്നവരാണല്ലോ, അഥവാ സുന്നത്തിന്റെ ആളുകളെന്ന് അവകാശപ്പെടുന്നവരാണല്ലോ, അഥവാ പ്രവാചകചര്യ പിൻപറ്റുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരാണല്ലോ. എങ്കിൽ ഇതിനെല്ലാം പ്രവാചകചര്യ ഉണ്ടാകണം, ഇതിനെല്ലാം സഹാബത്തിന്റെ മാതൃകയുണ്ടാകണം. എന്തെങ്കിലും കാടടിച്ച് വെടിവെച്ച് പോയിട്ട് കാര്യമില്ല. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറ. ഇവിടെയുള്ള പൊതു മുസ്ലിം സമൂഹം അത് കേൾക്കട്ടെ. ആ സാധുക്കളായ ആളുകളെ കൊണ്ട് അവരുടെ പണം പിടുങ്ങി അവർ വിദേശത്തേക്ക് പോകും, കുതുബിയത്ത് നടത്തുകയാണ്. തിരിച്ചു വന്ന കുതുബിയത്ത് നടത്തുകയാണ്. ഈ മുസ്ലിയാക്കന്മാരെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട മുസ്ലിം സമുദായം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതാണ് എന്ന്. സഹാബത്തിന് ഇത് പരിചയമുണ്ട്, അവരൊക്കെ കുതുബിയത്ത് ചൊല്ലിയതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിൽ ആ കണ്ട ഇല്ലല്ലാഹ് 100 പ്രാവശ്യം ചൊല്ലിയ ഒരു സഹാബിയുടെ പേര് നിങ്ങൾ പറ. എങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെടാം നിങ്ങൾ സുന്നിയാണ് എന്ന്. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കത് പറയാനുള്ള ഒരു അവകാശവുമില്ല. നിങ്ങൾ ഖുറാഫാത്തിന്റെ ആളുകളാണ്, നിങ്ങൾ ശിർക്കിന്റെ ആളുകളാണ്. ഈ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബത്തിനൊന്നും പരിചയമില്ലാത്ത, താബിഈകൾക്ക് പരിചയമില്ലാത്ത, തബഉ താബിഈകൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ മതമായി കൊണ്ട് മുസ്ലിം സമുദായത്തെ കൊണ്ട് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്ത് അതിന്റെ പേരിൽ പണം പിടുങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ സമുദായത്തിന്റെ ദുനിയാവും ആഖിറവും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയമുള്ളവരെ, അത് മറ്റൊന്നാണ് കബറ് കെട്ടിപ്പൊക്കൽ. കബറ് കെട്ടിപ്പൊക്കൽ ഇതാ ഈ കേരളത്തിന്റെ മഹല്ലടിസ്ഥാനത്ത് കെട്ടിപ്പൊക്കപ്പെട്ട കബറുകളുണ്ട്. അത് ജൂതന്റെ സ്വഭാവമാണ് എന്ന് നമ്മുടെ നേതാവ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയിട്ടുള്ളതാണ്. ആ ജൂതന് പോലും പൊക്കിയത് അവരുടെ കബറുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അമ്പിയാക്കളുടെ കബറുകളെയാണ് ജൂതന്മാർ കെട്ടിപ്പൊക്കിയതെങ്കിൽ ഊരും പേരും അറിയാത്ത പലരുടെയും കബറുകളെ നിങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കബറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? സഹാബത്ത് കബറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? അവിടെ പൂ മൂടിയിട്ടുണ്ടോ? അവിടെ ജാർ മൂടിയിട്ടുണ്ടോ? അവിടെ തവാഫ് ചെയ്തിട്ടുണ്ടോ? അവിടെ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടോ? അവിടെ ആനവരമുണ്ടായിട്ടുണ്ടോ? അവിടെ പെട്ടിവരമുണ്ടായിട്ടുണ്ടോ? അവിടെ ഉറൂസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തെളിയിക്ക്, നിങ്ങൾ തെളിയിക്ക്. നിങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട്, ആരെ കൊണ്ടുവരാമെന്ന് നിങ്ങളുടെ ഫത്വകളുണ്ട്. അതുപോലെ തന്നെ വെടിക്കെട്ട് കരിമരുന്ന് പ്രയോഗം നടത്താമെന്ന് നിങ്ങളുടെ ഫത്വകളുണ്ട്. അതുപോലെ തന്നെ ഉറൂസ് നടത്താമെന്ന് നിങ്ങളുടെ ഫത്വകളുണ്ട്. പറ, എന്താണ് അതിന് തെളിവ്? എന്താണ് അതിന് തെളിവ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, സഹാബത്തിൽ നിന്ന്, പണ്ഡിത ശ്രേണിയിലൂടെ നമുക്ക് കിട്ടിയ ദീനാണ് എന്നാണല്ലോ ഇവിടെ സംസാരിച്ച ഉദ്ഘാടകൻ സംസാരിച്ചത്. ശരി, നിങ്ങൾ പറ, നിങ്ങൾ പറ. ഇവിടെ സംബന്ധിച്ച എല്ലാ മുസ്ലിയാക്കന്മാരും നിങ്ങളൊന്ന് ആരെങ്കിലും ഒരാൾ മറുപടി പറ. ഇന്ന് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾ, അവിടെ തവാഫ് ചെയ്യൽ, അവിടെ പൂമൂടൽ, അവിടെ നിലവിളക്ക് കത്തിക്കൽ, അവിടേക്ക് സിയാറത്ത് ടൂർ പോകൽ, അവിടെ പോയി അവരോട് തേടൽ, ഇതിനൊക്കെ എന്ത് പ്രവാചക മാതൃകയാണ് നിങ്ങൾക്കുള്ളത്? അതാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇത് ഒടുക്കാനും പുതക്കാനും ബിദഅത്ത് തന്നെ, അതിലാണ് കിടന്നുരുളുന്നത്. ഇത് മുജാഹിദുകളെ കുറിച്ച് പറയാന് അല്ലോ ബിദഅകളാണ്, മുജാഹിദുകളെ കുറിച്ച് പറയാൻ ബിദഅകളാണ് അല്ലേ? അതുപോലെ തന്നെ കത്തപ്പുര കെട്ടൽ. ഏത് സഹാബിയുടെ കത്തപ്പുരയാ കെട്ടിയത്? ഏത് സഹാബിയുടെ കത്തപ്പുര? മരിച്ചു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ കബറിന്റെ മീതെ കത്തപ്പുര കെട്ടി അവിടെ മുസ്ലിയാരുട്ടികൾ ഓതി പണം വാങ്ങും. ശരി, ഏത് സഹാബിയാണ് ഈ ഏർപ്പാട് നടത്തിയത്? ഏത് സഹാബിയാർ? നിങ്ങൾ സഹാബിമാരുടെ പിന്മുറക്കാരാണെങ്കിൽ അത് നിങ്ങൾ പറ. അതുപോലെ തന്നെ മാല മൗലൂദുകൾ ചൊല്ലൽ, മാല മൗലൂദുകൾ, അതെ, ഞങ്ങൾ ചൊല്ലുന്ന മാല മൗലൂദുകൾ, മങ്കൂസ് മൗലൂദ്, ശറഫലര മൗലൂദ്, അതുപോലെ മർസഞ്ചി മൗലൂദ്, ഇങ്ങനെ തുടങ്ങി കുറെ മൗലൂദുകൾ, എത്രയോ മൗലൂദുകളുണ്ട്. 3333, 5555 ഒക്കെ വക ഏടുകളുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്നവരാണല്ലോ ഇവിടെയുള്ള സാധാരണ സുന്നികളോടല്ല ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചവരാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചവരാണ്.
നിങ്ങൾ കൊണ്ടുവാ, എങ്കിൽ നിങ്ങൾക്ക് അതിന് രേഖയുണ്ട് എന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ പല ഔലിയാക്കളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഔലിയാക്കൾ നോമ്പെടുക്കാത്ത ഔലിയാണ്, നിസ്കരിക്കാത്ത ഔലിയാണ്, അല്ലേ? നോമ്പെടുത്തവരെ നോമ്പ് മുറിപ്പിക്കുന്ന ഔലിയാണ്. ഏറ്റവും വലിയ ഔലിയാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. 10 സഹാബിമാർ ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗമുണ്ട് എന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള സഹാബിമാർ, ഏറ്റവും വലിയ ഔലിയാക്കൾ ആ സ്വഹാബത്താണ്. ഏത് സഹാബിയാണ് നോമ്പെടുക്കാത്തതുണ്ടായിരുന്നത്? ഏത് സഹാബിയാണ് നോമ്പെടുത്തവന്റെ നോമ്പ് മുറിപ്പിച്ചത്? ഏത് സഹാബിയാണ്? അങ്ങനെയുള്ള ഒരു ഔലിയ പ്രിയമുള്ളവരെ സഹാബത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ സുന്നിയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇല്ലെങ്കിൽ അവകാശമില്ല. മുജാഹിദുകൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചുവോ അതാണ് ദീനായി കൊണ്ട് പഠിപ്പിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ച ഒരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് രേഖ ഹാജരാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെയുള്ള ഈ ആറും പ്രദേശത്തുള്ള ഇവിടെയുള്ള സാധാരണ മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ നമ്മൾ സ്വീകരിക്കുക. അതിന് വിശദീകരിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യ, അവിടുന്ന് വാക്കിലൂടെ, പ്രവർത്തനത്തിലൂടെ, അംഗീകാരത്തിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ അത് മതമായി സ്വീകരിക്കുക. സഹാബത്ത് അത് സ്വീകരിച്ചു, അവരത് സ്വീകരിച്ചു. നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. 17 തവണ നിർബന്ധമായും ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ചൊവ്വായ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണത്. ആരെയാണല്ലോ അനുഗ്രഹിച്ചത്? അനുഗ്രഹിച്ചത് പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ സിദ്ദീഖുകളും സ്വാലിഹീങ്ങളും അവരുടെ മാർഗത്തിലേക്ക് ചേർക്കണമെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അവർ എങ്ങനെയാണോ മതമാചരിച്ചത്, അവരെന്തൊരു വിശ്വാസമാണോ കൊണ്ടു നടന്നത്, അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ, ആ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ആ വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ യൂത ക്രൈസ്തവന്റെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തല്ലേ എന്ന് ആ പ്രാർത്ഥന ആത്മാർത്ഥമാണെങ്കിൽ ആ ജൂതന്റെ സ്വഭാവം നമുക്കുണ്ടായിക്കൂടാ, പ്രവാചകനെ ധിക്കരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടായിക്കൂടാ. ആ പ്രവാചകനെ ചേർത്ത് പിടിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുക, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. അങ്ങനെ ജീവിതത്തിന്റെ മരണം വരെ ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അവർക്കാണ് വിജയമുള്ളത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഏറ്റവും നല്ല സുന്ദരമായ അന്ത്യം ലഭ്യമാകുന്ന ഏറ്റവും നല്ല സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നവനാരോ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ അടുക്കലേക്കാണ് മരണത്തിന്റെ സന്ദർഭത്തിൽ കാരുണ്യത്തിന്റെ മലായികത്തുകൾ ഇറങ്ങി വരുന്നത്. എന്നിട്ട് അവനോട് പറയും, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വബിശിറൂ ബിൽ ജന്ന, നിങ്ങൾക്കിതാ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകുന്നു, നിങ്ങൾക്കിതാ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകുന്നു, അത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് എന്ന ആ സ്വർഗീയ സന്തോഷ വാർത്ത ലഭിക്കപ്പെട്ട് ലോകത്തോട് വിട പറയാൻ കഴിയണമെങ്കിൽ പടച്ച റബ്ബിനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തെ മുറുകെ